മാധവിയോട് കുടിക്കാൻ എടുക്കാൻ പറയാം. ഇരിക്കാനോ ലോക്യം പറയാനോ പറ്റിയൊരവസ്ഥയിലല്ല അച്ഛനെന്ന് അറിയാലോ നിനക്ക്. പിന്നെന്തിനാ നോവിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു ഉപചാരം? അപ്പോ അച്ഛനും എല്ലാം അറിഞ്ഞൂലേ? ലോകര് മുഴുവനും പാടി നടക്കുന്നുണ്ടല്ലോ, പിന്നെ അച്ഛൻ മാത്രം ഇങ്ങനെ അറിയാണ്ടിരിക്കുക? എല്ലാം ആ കണ്ടൻ ജാത വാസ്തവന്റെ ചതിയാണല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞൂടാ. എനിക്കറിയാം, കണ്ടൻ ജാതക്കാർക്ക് കുറിയെഴുത്തുകാരോടുള്ള പകയാ എന്റെ മോളെ കുടുക്കിയത്. സ്മാർത്തനായി വരാൻ പോണ വടക്കേണ്ട ചോമാതിരെ കണ്ട് ഞാൻ ഇക്കാര്യം ബോധിപ്പിക്കണ്ടായി. എന്റെ സങ്കടം കണ്ടപ്പോ വിചാരണ നേരത്ത് നീ ഒന്നും സംഭവിച്ചിട്ടില്ല, ആരുമായും അരുതാത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് എളുപ്പ ശുദ്ധാക്കി തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അച്ഛൻ ചോമാതിയുടെ കാല് പിടിക്കാൻ പോവേണ്ടിയിരുന്നില്ല. എനിക്ക് ദൂഷ്യം സംഭവിച്ചിരിക്കണമെന്ന് ആദ്യമായിട്ട് അറിയിച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ ഒന്നും പറയാണ്ടിരിക്കാനില്ല, എല്ലാം വിളിച്ചു പറയാനും നിരീക്ഷിച്ചിരിക്കണേ. എന്നെ നശിപ്പിച്ചവർക്കൊക്കെ ശിക്ഷ കിട്ടണ്ടേ അച്ഛ? കുറഞ്ഞ പക്ഷം അവരാരൊക്കെ എങ്ങനെയാണ് ലോകരറിയണ്ടേ? അപ്പോ നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ? ആ നീചരുടെ പട്ടിക ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ അരിയൊടുങ്ങാറായ കാലത്ത് എന്തൊക്കെ കാണുകയും അനുഭവിക്കും വേണം എന്റെ തേവരെ. അച്ഛൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛന് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അവിടെ ഇല്ലത്തെ വിശേഷങ്ങളോ ആറങ്കോട്ടുകരയിലെ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്, പറയാനുണ്ട്. അത് വിശേഷങ്ങളല്ല, നിനക്ക് ദൂഷ്യം വരുത്തിയവരുടെ എല്ലാവരുടെയും പേര് നീ പറയൂന്ന് കേട്ടു. അതിൽ എന്റെ പേര് നീ പറയരുത്. എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ നിന്നോട് അങ്ങനെ ഒരു തെറ്റ്. അതൊരു തെറ്റായിരുന്നു ബോധ്യം വരാൻ അച്ഛൻ ഇത്ര വരെ കാത്തിരിക്കേണ്ടി വന്നൂലോ. എനിക്കറിയില്ല ഏത് ദുർബോധമായ എന്റെ ഉള്ളിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യിച്ചെന്ന്. എനിക്കിപ്പോഴും അറിയില്ല. എന്നെ മോളെ രക്ഷിക്കണം. പോയതൊരു അബദ്ധമായിരുന്നു വേണമെങ്കിൽ എനിക്ക് കരുതായിരുന്നു. പക്ഷെ മകൾ നശിച്ചാലും സ്വന്തം മാനം രക്ഷിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ബോധ്യായി അത് നിങ്ങൾ കരുതി കൂട്ടി ചെയ്തൊരു തെറ്റ് തന്നെയായിരുന്നു. ഒരച്ഛനും മകളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത. നിങ്ങളുടെ പേര് പറയാൻ ഞാൻ തീരുമാനിച്ചു തന്നെയാണ്. ഇനി അത് ഒന്നാമതായി പറയണോ രണ്ടാമത് പറയണോ എന്ന് എനിക്ക് ഇനി തീരുമാനിക്കാനുള്ളൂ. രക്ഷപ്പെടാൻ വേണ്ടി ഇത് കാല് പിടിച്ചിട്ട് മോങ്ങിയിട്ടും കാര്യമില്ല. രാത്രി ഉറപ്പിച്ചല്ല കഴിച്ചാൽ അതിന് പിന്നെ മാറ്റില്ല. നിൽക്കൂ. കൽപ്പകശ്ശേരിയില് നിന്റെ അങ്ങനെ നാരായണ നമ്പൂരി ഉണ്ടോ? ഇപ്പൊ നിരഞ്ജന ദാസിനോട് ചേർന്ന് ആത്മീയ പ്രചരിപ്പിക്കുക എന്നറിഞ്ഞു. ചിലപ്പോ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞു കാണില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കൂ, ഏട്ടത്തിയെ കാണാൻ ഇങ്ങോട്ട് വരരുത്. അച്ഛനെ പോലെ എന്റെ പൊന്നങ്ങളേക്കും പറ്റിയിട്ടുണ്ട് ചെറിയൊരു തെറ്റ്. നിങ്ങളെക്കാളൊക്കെ മുൻപ് വന്നത് അമ്മാവനാ. ഇതുപോലെ കാല് പിടിച്ച് കെഞ്ചാൻ. പിന്നെ അമ്മയുടെ അപ്പൻ ഓക്കിലത്തെ ഇട്ടേരി നമ്പൂരി. പുറമേക്കറിയാം മഹാന്മാരെ കാല് പിടിക്കാൻ എത്തുമ്പോ ഉള്ളിലൊരു ലഹരിയാ. പക്ഷെ സ്വന്തം രക്തബന്ധങ്ങൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ എത്തുന്നത് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് മേലിൽ ഇനി വരരുത്. നിനക്കിപ്പോ ബോധ്യയില്ലേ നിന്റെ ആത്തോല് എത്രമാത്രം നശിച്ചവളാണ്? നശിച്ചവളല്ല, നശിപ്പിക്കപ്പെട്ടവൾ എന്റെ ആത്തോല്. എന്റെ ആത്തോല് കരയരുത്, എനിക്ക് സഹിക്കില്ല. ഇല്ല, അത് ചില നേരത്ത് കണ്ണുകൾ അനുസരണക്കേട് കാണിക്കുന്നതാ. എനിക്കറിയില്ല. എന്റെ ദാസിയായതിന്റെ പേരില് നെയ്യും കുറെ സഹിച്ചു. ഇനി ഒരു ദാസി വിചാരം കൂടി നേരിടേണ്ടി വരും. എനിക്ക് അതിൽ പേടിയില്ല. പേടിക്കണ്ട, തുറന്നു പറഞ്ഞോളൂ. എന്റെ ആത്തോല് പഴിച്ചിരിക്കണൂന്ന് അറിയില്ലേ? വരണ്ടാന്ന് പറഞ്ഞാലും ഇനിയും പലരും വരും. വരട്ടെ. ഇന്നെനിക്ക് കുറെ പാടണം.
പാട്ടുവച്ചകളൊക്കെ ഒടുങ്ങാൻ പോവല്ലേ. അതുകൊണ്ട് ഇനിയും കുറെ മണിവീണ നീയും തേങ്ങുന്നുവോ, എന്റെ മനസ്സിന്റെ ശ്രുതിയോർത്തു പാടുന്നുവോ. ഈ ജന്മം തിരിതാൾ നണയുമീ വേദിയിൽ കൈനീട്ടി നിന്നു തേടുന്നുവോ, കൈനീട്ടി നിന്നു തേടുന്നുവോ. മണിവീണ നീയും തേങ്ങുന്നുവോ, എന്റെ മനസ്സിന്റെ ശ്രുതിയോർത്തു പാടുന്നുവോ. ഈ ജന്മം തിരിതാൾ നണയുമീ വേദിയിൽ കൈനീട്ടി നിന്നു തേടുന്നുവോ, കൈനീട്ടി നിന്നു തേടുന്നുവോ. അക്ഷരം നൽകിയ കൈകളും പാപവിരശീല നീക്കുമീ ജന്മം. അക്ഷരം നൽകിയ കൈകളും പാപവിരശീല നീക്കുമീ ജന്മം. അന്നവും സ്നേഹവും ഊട്ടിയ താതനം അന്യമാക്കിയിടുന്നു ബന്ധം. അന്നവും സ്നേഹവും ഊട്ടിയ താതനം അന്യമാക്കിയിടുന്നു ബന്ധം. താമ്പൂല സമ്മാനമേകുമ്പോൾ അകനെഞ്ചിലൊരുകുന്നു സൂര്യഹൃദയം. ഉടവയും താമ്പൂല സമ്മാനമേകുമ്പോൾ അകനെഞ്ചിലൊരുകുന്നു സൂര്യഹൃദയം. സൗഗന്ധിക പൂക്കൾ നൽകുവാനാവാതെ നെഞ്ചകം നീട്ടുന്നു നാഥൻ. സൗഗന്ധിക പൂക്കൾ നൽകുവാനാവാതെ നെഞ്ചകം നീട്ടുന്നു നാഥൻ. മണിവീണ നീയും തേങ്ങുന്നുവോ, എന്റെ മനസ്സിന്റെ ശ്രുതിയോർത്തു പാടുന്നുവോ. ഈ ജന്മം തിരിതാൾ നണയുമീ വേദിയിൽ കൈനീട്ടി നിന്നു തേടുന്നുവോ, കൈനീട്ടി നിന്നു തേടുന്നുവോ.